ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 5 സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ മൊഡ്യൂൾ 1 to 4 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. അപ്പോൾ നമുക്ക് മൊഡ്യൂളിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. വാട്ട് ഈസ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ? സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ദ ആക്ഷൻ ഫേസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ ഒരു ആക്ഷൻ ഫേസ് ആണ് എന്ത് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് മീൻസ് പുട്ടിംഗ് ദ ചൂസൺ സ്ട്രാറ്റജി ഇൻ ടു ഓപ്പറേഷൻ ബൈ അലൈനിങ് റിസോഴ്സസ്, സ്ട്രക്ചർ, സിസ്റ്റം ആൻഡ് പീപ്പിൾ. ഈ പീപ്പിൾ, സ്ട്രക്ചർ, സിസ്റ്റം, റിസോഴ്സ് എല്ലാം യൂസ് ചെയ്ത് അതെല്ലാം അലൈൻ ചെയ്ത് നമ്മൾ ചൂസ് ചെയ്ത സ്ട്രാറ്റജി നമ്മൾ പുട്ട് ചെയ്യാണ്, നമ്മളത് യൂസ് ചെയ്യാൻ പോവാണ്. അതാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പുറത്ത് നല്ല മഴയുണ്ട് ഗൈസ്, അപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാണ്. കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫസ്റ്റ് വൺ, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഇൻവോൾവ്സ് ടേണിംഗ് സ്ട്രാറ്റജി പ്ലാൻ ഇൻ ടു ഡേ ടു ഡേ ടാസ്ക്. അതായത് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, കാരണം പ്ലാൻസിനെ നമ്മൾ ഡേ ടു ഡേ ടാസ്ക് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, പീപ്പിൾ സെൻട്രിക്. സക്സസ് ഡിപ്പെൻഡ് ഓൺ ഹൗ വെൽ എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് സപ്പോർട്ട് ദ സ്ട്രാറ്റജി. അതായത് സക്സസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? എത്രത്തോളം നന്നായാണ് എംപ്ലോയീസ് ഈ സ്ട്രാറ്റജീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ സക്സസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് പീപ്പിൾ സെൻട്രിക് ആണ്. ദെൻ കണ്ടിന്യൂസ് പ്രോസസ്സ്, നോട്ട് എ വൺ ടൈം ആക്ടിവിറ്റി, നീഡ്സ് മോണിറ്ററിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു പ്രാവശ്യം ഒരു സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ ആവശ്യമാണ്. ദെൻ റിക്വയർസ് കോർഡിനേഷൻ, നീഡ്സ് അലൈൻമെൻറ്റ് അക്രോസ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽസ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നേ ഒരു അലയൻസ് കോർഡിനേഷൻ ആവശ്യമാണ്. ബേസ്ഡ് ഓൺ റിസോഴ്സ് അലോക്കേഷൻ, റിസോഴ്സ് ലൈക്ക് മണി, പീപ്പിൾ, ടൈം ആൻഡ് ടൂൾസ് ആർ എസെൻഷ്യൽ. ഈ പറയുന്ന റിസോഴ്സസ് എല്ലാം എസെൻഷ്യൽ ആണ് നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട്. ഇതാണ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ബാരിയേഴ്സ് ടു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബാരിയേഴ്സും കൂടെ ഓൾസോ അവിടെ ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് പുവർ കമ്മ്യൂണിക്കേഷൻ. എംപ്ലോയീസ് ആർ അൺഅവെയർ ഓഫ് ദി സ്ട്രാറ്റജി ഓർ ദെയർ റോൾസ് ഇൻ ഇറ്റ്. അതായത് നമ്മുടെ എംപ്ലോയീസിനൊക്കെ ഈ സ്ട്രാറ്റജിനെ പറ്റി അധികം അവയർനെസ് ഒന്നും കിട്ടിയിട്ടില്ല, അവരൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു പുവർ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ചൊരു പ്രശ്നമാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് ലീഡർഷിപ്പ്, വിത്തൗട്ട് എഫക്റ്റീവ് ലീഡർഷിപ്പ് ടീം മേ ലാക്ക് ഡയറക്ഷൻ. ഒരു ഗുഡ് ലീഡർഷിപ്പ് ഇല്ലാതെ നമ്മുടെ ആ ടീം തന്നെ അവരുടെ ഡയറക്ഷൻ പോവാം. അത് കാരണം തന്നെ നല്ലൊരു ലീഡർഷിപ്പ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ലാക്ക് ഓഫ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിലൊരു ബാരിയറാണ്. ഇൻഅഡ്വക്കേറ്റ് റിസോഴ്സസ്, അതായത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ്, മാൻ പവർ, ടെക്നോളജി, അതെല്ലാം നമ്മുടെ പ്ലാൻസിനെ ഇല്ലാണ്ടാക്കാം. കാരണം അതൊക്കെ ആവശ്യമാണ്, അതൊന്നും ഇല്ലാണ്ട് വരെ അത് നമ്മുടെ പ്ലാൻസിനെ ബാധിക്കും. ദെൻ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, എംപ്ലോയീസ് മേ ഫിയർ ഓർ റിജക്ട് ന്യൂ വേസ് ഓഫ് വർക്കിംഗ്. അതായത് പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവരുമ്പോൾ എംപ്ലോയീസിന് പരിചയമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവർക്ക് അവിടെ കുറച്ചൊരു ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്ര നാൾ ചെയ്ത പോലെയല്ല, ഒരു പുതിയ ചേഞ്ചിലോട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്കൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു പേടി, ഒരു റിജക്ഷൻ അവർ കാണിക്കും. ദെൻ മിസ്മാച്ച് ബിറ്റ്വീൻ സ്ട്രാറ്റജി ആൻഡ് സ്ട്രക്ചർ. ഇഫ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡസൻ സപ്പോർട്ട് ദ സ്ട്രാറ്റജി ഇറ്റ് വിൽ ഫെയിൽ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ഈ സ്ട്രാറ്റജീനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള സ്ട്രക്ചർ അല്ല എങ്കിൽ സ്ട്രാറ്റജി അവിടെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ എന്താണ് അൺക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ഇഫ് ഗോൾസ് ആർ വാഗ് ഓർ നോട്ട് മെഷറബിൾ, ഇംപ്ലിമെൻറ്റേഷൻ വിൽ സഫർ. അതായത് ഗോൾസൊക്കെ മെഷറബിൾ അല്ല, ഒരു അൺക്ലിയർ ആണ് എങ്കിൽ അവിടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗത്ത് വരാൻ നേരം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നതാണ് ആക്ടിവേറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് മാനേജിങ് ചേഞ്ച്. സ്ട്രാറ്റജീസ് ആക്ടിവേറ്റ് ചെയ്ത് ചേഞ്ചൊക്കെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് മീൻസ് കൺവേർട്ടിംഗ് സ്ട്രാറ്റജീസ് ഇൻ ടു ആക്ഷൻ പ്ലാൻ ബൈ ആക്ഷൻ പ്ലാനായിട്ട് ആക്കുകയാണ് സ്ട്രാറ്റജീസ്. എങ്ങനെയൊക്കെ ബ്രേക്കിംഗ് ഡൗൺ സ്ട്രാറ്റജി ഇൻ ടു ടാസ്ക്, സ്ട്രാറ്റജി ഓരോരോ ടാസ്കുകളായിട്ട് ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുന്നു. അസൈനിങ് റെസ്പോൺസിബിലിറ്റി ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഇൻഡിവിജ്വൽസിനും ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ക്രിയേറ്റിംഗ് ടൈം ലൈൻസ് ആൻഡ് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ടൈം ലൈൻസും പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ് സ്ട്രാറ്റജി ഇൻ ടു ഡെയിലി ഓപ്പറേഷൻസിലോട്ട് ആയിട്ട് സ്ട്രാറ്റജി ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ
എന്താണ് സ്ട്രാറ്റജീസിനെ ആക്ഷനാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ആക്ടിവേറ്റിംഗ് സ്ട്രാറ്റജീസ്. ദെൻ മാനേജിങ് ചേഞ്ച്. സ്ട്രാറ്റജിക് ചേഞ്ച് ഇൻവോൾവ്സ് altering an organization's direction, process or structure to manage the strategy. Strategic change involves altering an organization direction, process or structure to match the strategy. ആ സ്ട്രാറ്റജി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, പ്രോസസ്സ്, ഡയറക്ഷൻ ഇതെല്ലാം എന്ത് ഓൾട്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത് സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് സ്റ്റെപ്സ് ടു മാനേജ് ചേഞ്ച്. ചേഞ്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ്. ക്രിയേറ്റ് അർജൻസി. ഷോ വൈ ചേഞ്ച് ഈസ് നെസസറി. എന്തുകൊണ്ടാണ് നമുക്ക് ആ ചേഞ്ച് വേണ്ടതെന്ന്, ആ അർജൻസി എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഫോം എ ചേഞ്ച് ടീം. ലീഡർഷിപ്പ് ദാറ്റ് ഡ്രൈവ്സ് ചേഞ്ച്. ഒരു ചേഞ്ച് ടീമിനെ ഫോം ചെയ്യണം, ആ ചേഞ്ച് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞൊരു ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഡെവലപ്പ് എ വിഷൻ. ക്ലിയർ ഫ്യൂച്ചർ ഗോൾസ് ഓഫ് ദ ചേഞ്ച്. ആ ചേഞ്ച് എന്തിനു കൊണ്ടുവരുന്നു എന്നുള്ളൊരു ക്ലിയർ ഫ്യൂച്ചർ ഗോൾ അവിടെ കൊടുത്തിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേറ്റ് ദ വിഷൻ. കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, കമ്പനിയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ, ദെൻ എംപവർ ആക്ഷൻസ്. റിമൂവ് ഓബ്സ്റ്റക്കിൾസ്, എൻകറേജ് ന്യൂ ഐഡിയാസ്. ഓബ്സ്റ്റക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ എൻകറേജ് ചെയ്യണം. ക്വിക്ക് വിൻസ്. അച്ചീവ് ഷോർട്ട് ടേം ടാർഗറ്റ്സ് ടു ബിൽഡ് കോൺഫിഡൻസ്. അതായത് ചെറിയ ചെറിയ ഒരു ടാർഗറ്റ്സ് ഒക്കെ കൊടുത്ത് അത് അച്ചീവ് ചെയ്യുന്നത് അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. അതുവഴി നമുക്ക് ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. എംബഡ് ചേഞ്ചസ്. മേക്ക് ദം പാർട്ട് ഓഫ് ദ കമ്പനി കൾച്ചർ. നമ്മുടെ കമ്പനിയുടെ കൾച്ചറാണ്, കമ്പനി കൾച്ചറിൻ്റെ പാർട്ടാണ് അവരെന്ന് ഉറപ്പുവരുത്തുക. Then mobilization and allocation of resources. Mobilization, gathering all required resources such as fund, personnel, technology and materials. നമുക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസ്, ടെക്നോളജി, പേഴ്സണൽ മീൻസ് സ്റ്റാഫ്സ്, ഫണ്ട്, എല്ലാ റിസോഴ്സസും ആവശ്യമായിട്ടുള്ളത് ഗ്യാദർ ചെയ്യുക. അതാണ് മൊബിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോക്കേഷൻ മീൻസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദം ടു ദ റൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ പ്രൊജക്ട്സ്. കൃത്യമായ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ അത് കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അലോക്കേഷൻ. റിസോഴ്സസ് ടു മാനേജ്. ഫിനാൻഷ്യൽ റിസോഴ്സസ്, ബഡ്ജറ്റിംഗ്, ഇൻവെസ്റ്റിങ്ങിനൊക്കെ ആവശ്യമാണ്. ദെൻ ഹ്യൂമൻ റിസോഴ്സസ്, ഹയറിംഗ്, ട്രെയിനിങ്, ലീഡർഷിപ്പ്, അതൊക്കെയാണ് മാനേജ് ചെയ്യേണ്ട റിസോഴ്സസ്. ടെക്നോളജിക്കൽ റിസോഴ്സ് ആണെങ്കിലോ IT സിസ്റ്റംസ്, ടൂൾസ്. ഫിസിക്കൽ റിസോഴ്സ് ആണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക്സ്. ഗോൾ എന്താണ്? എൻഷുർ ഒപ്റ്റിമൽ യൂസ് ടു സപ്പോർട്ട് സ്ട്രാറ്റജിക് ഗോൾസ്. സ്ട്രാറ്റജിക് ഗോൾസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമൽ യൂസ് നമ്മൾ എൻഷുർ ചെയ്യുന്നതാണ് അല്ലേ. അതാണ് അതിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ, റിസോഴ്സസ് ടു മാനേജ്. then നമ്മൾ നോക്കുന്നതാണ് മാച്ചിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിത്ത് സ്ട്രാറ്റജി. ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് സപ്പോർട്ട് ദ സ്ട്രാറ്റജീസ് ചൂസൺ. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, നമ്മുടെ ചൂസ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ സപ്പോർട്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോമൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, പിന്നെ സ്ട്രക്ചർ, ഫീച്ചർ സ്യൂട്ടബിൾ ഫോർ, അതൊക്കെയാണ് നമ്മൾ പറയുന്നത് സ്ട്രാറ്റജീസൊക്കെ. ഒരു ഫങ്ഷണൽ സ്ട്രക്ചറാണ് ഇത്. സ്ട്രക്ചർ, ഫീച്ചേഴ്സ് സ്യൂട്ടബിൾ ഫോർ കേട്ടോ. ഫങ്ഷണൽ ആണെങ്കിൽ ഫീച്ചർ എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, മാർക്കറ്റിംഗ്, HR. അവന് സ്യൂട്ടബിൾ ഫോർ എന്താണ്? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. സ്ട്രക്ചർ ഡിവിഷണൽ ആണെങ്കിലോ ഈച്ച് ഡിവിഷൻ ഓപ്പറേറ്റ്സ് ലൈക്ക് എ സെപ്പറേറ്റ് ബിസിനസ്, ഡൈവേഴ്സിഫൈഡ് ഓർ മൾട്ടി പ്രോഡക്റ്റ് ഫേംസ്. മെട്രിക്സ് ആണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷണൽ പ്ലസ് പ്രൊജക്ട് ബേസ്ഡ് ആണ്. കോംപ്ലക്സ് സ്ട്രാറ്റജീസ്, R&D ഹെവി ഫേംസ്. നെറ്റ്വർക്ക് ഓർ ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്യൂവർ ലെയേഴ്സ്, മോർ ഫ്ലെക്സിബിലിറ്റി. ഇന്നോവേഷൻ ഡ്രിവൺ ഓർ സ്റ്റാർട്ടപ്പ് മോഡൽസ്. ഇതാണ് സ്യൂട്ടബിൾ സ്ട്രാറ്റജീസ് ഫോർ ഫീച്ചേഴ്സ്, സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. ഈ ഐഡിയ സ്ട്രാറ്റജി ആൻഡ് സ്ട്രക്ചർ മസ്റ്റ് ബി അലൈൻ ടു അവോയ്ഡ് ഇൻഎഫിഷ്യൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ട്രാറ്റജി സ്ട്രക്ചർ അലൈൻ ചെയ്ത് പോകണം. ദെൻ McKinsey's 7S framework. This framework help align all part of the organization for successful implementation. സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എല്ലാ പാർട്ടും അലൈൻ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണിത്. 7 എലിമെൻറ്റ്സ് ഓഫ് ദ മോഡലാണ്. 7S ആണ്. അപ്പോൾ S തുടങ്ങുന്ന 7 എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സ്ട്രാറ്റജി, പ്ലാൻ ടു ഗെയിൻ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുക. സ്ട്രക്ചർ, ഹൗ ദ ഓർഗനൈസേഷൻ അറേഞ്ച്, എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിസ്റ്റം, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ്സസ്, പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ബഡ്ജറ്റിംഗ് എങ്ങനെയാണ്, ആ സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ. ഷെയർഡ് വാല്യൂസ്, കോർ ബിലീഫ്സ്, കമ്പനിയുടെ കൾച്ചറൊക്കെ എങ്ങനെയാണ്. സ്കിൽസ്, എന്താണ് കമ്പനി ബെസ്റ്റ്, അവരുടെ കോർ കോമ്പിറ്റൻസസ് എന്തൊക്കെയാണ്. സ്റ്റൈൽ, ലീഡർഷിപ്പ് അപ്രോച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ബിഹേവിയർ എങ്ങനെയാണ്. സ്റ്റാഫ്, ദ വർക്ക് ഫോഴ്സ്, അവർ ഹയറിങ്, ട്രെയിനിങ്, മോട്ടിവേഷൻ, അതൊക്കെ ഉൾപ്പെടും. അതാണ് 7 എലമെൻറ്റ്സ്. ഓക്കെ, ഈ 7 എലമെൻറ്റ്സിൻ്റെ അത് മസ്റ്റായിട്ട് അലൈൻ ചെയ്ത് പോകണം ഒരു സ്ട്രാറ്റജി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
നമ്മൾ നോക്കുന്നതാണ് സ്ട്രാറ്റജിക് ചേഞ്ച് എന്താണ്. സ്ട്രാറ്റജിക് ചേഞ്ച് ഇൻവോൾവ്സ് മേക്കിംഗ് ലോങ് ടേം ചേഞ്ചസ് ടു ദ സ്ട്രാറ്റജി, സ്ട്രക്ചർ ഓർ ഫംഗ്ഷനിങ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനിങ്ങിനും സ്ട്രക്ചറിനും സ്ട്രാറ്റജിക്കൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നതാണ് സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് ചേഞ്ച്. ഫസ്റ്റ് വൺ പ്ലാൻഡ് വേഴ്സസ് എമർജൻറ്റ് നോക്കാം. പ്ലാൻഡ് മീൻസ് ഇൻറ്റൻഷൻ ആൻഡ് ഡിസൈൻ ഇൻ അഡ്വാൻസ്. ഓൾറെഡി അഡ്വാൻസ് അല്ല പ്ലാൻ ചെയ്യാമെന്ന് നമ്മൾ പറയുമ്പോൾ ഓൾറെഡി അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. എമർജൻറ്റ് മീൻസ് അറൈസസ് ഇൻ റെസ്പോൺസ് ടു അൺഎക്സ്പെക്റ്റഡ് ചലഞ്ചസ്. അൺഎക്സ്പെക്റ്റഡ് ചലഞ്ചസിൽ വരുന്ന റെസ്പോൺസാണ്, നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യമാണ്. ദെൻ രണ്ടാമത്തേതാണ് ഇൻക്രിമെൻ്റൽ വേഴ്സസ് ട്രാൻസ്ഫോർമേഷണൽ. ഇൻക്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്, ഗ്രാജുവലി ചേഞ്ചസ്. ട്രാൻസ്ഫോർമേഷണൽ എന്ന് പറഞ്ഞാൽ ബിഗ് ആയിരിക്കും, സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. എക്സാമ്പിൾ, എ കമ്പനി ഷിഫ്റ്റിംഗ് ഫ്രം ഫിസിക്കൽ റീറ്റെയിൽ ടു ഇ കൊമേഴ്സ്. അവിടെ ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് ആണ് അല്ലേ, ഒരു ഫിസിക്കലിൽ നിന്ന് ഇ കൊമേഴ്സ്, അതായത് ഫിസിക്കൽ അല്ലാത്ത രീതിയിലോട്ട് മാറുകയാണ്. അവിടെ എന്താണ് വരുന്നത്, ഒരു സ്ട്രക്ചർ, ഒരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് ആണ് അവിടെ വരുന്നത്. ദെൻ നമ്മൾ നോക്കുന്നതാണ് സ്ട്രാറ്റജിക് കൺട്രോൾ. സ്ട്രാറ്റജിക് കൺട്രോൾ എൻഷുവേഴ്സ് ദ ഇംപ്ലിമെൻറ്റഡ് സ്ട്രാറ്റജീസ് വർക്കിംഗ് ആസ് ഇൻറ്റൻഡഡ്. ഇറ്റ് ഇൻവോൾവ്സ് മോണിറ്ററിംഗ്, മെഷറിംഗ് ആൻഡ് കറക്റ്റിംഗ്. സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തല്ലോ ഒരു സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മോണിറ്ററിങ്, മെഷറിങ്, കറക്റ്റിംഗ് ഒക്കെയാണ് സ്ട്രാറ്റജിക് കൺട്രോളിൽ വരുന്നത്. സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സെറ്റ് സ്ട്രാറ്റജിക് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം സ്ട്രാറ്റജിക് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യും, റിസൾട്ടും ഗോളും കമ്പയർ ചെയ്യും, നമ്മുടെ ഗോളും റിസൾട്ടിലോട്ട് എത്തിയോ, ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ഇഫ് നീഡഡ്, ആവശ്യമാണ് എങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ദെൻ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ ആണ് ടൈപ്പ്, അതിൻ്റെ പർപ്പസ് എക്സാമ്പിളുമാണ് കൊടുത്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ കൺട്രോൾ ആണെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണ്, റവന്യൂ ട്രാക്ക് ചെയ്യാൻ, ട്രാക്ക് റവന്യൂ, പ്രോഫിറ്റ്, കോസ്റ്റ്. എക്സാമ്പിൾ എന്താണ്, ബഡ്ജറ്റ് വേരിയൻസ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ. പിന്നെ ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ പ്രോസസ്സൊക്കെ മോണിറ്റർ ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ചെക്ക്, വർക്ക് ഫ്ലോ ഓഡിറ്റ്സ് ഒക്കെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അസസ് അലൈൻമെൻറ്റ് വിത്ത് വിഷൻ, മിഷൻ, കൾച്ചർ. എക്സാമ്പിൾ എത്തിക് ഓഡിറ്റ്സ്, ബ്രാൻഡ് റിവ്യൂസ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് സ്ട്രാറ്റജിക് അസസ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അസസ്മെൻറ്റ് സിസ്റ്റം എന്താണ്, എന്തോ അസസ് ചെയ്യുകയാണല്ലേ, സ്ട്രാറ്റജിക് അസസ്മെൻറ്റ് സിസ്റ്റം. ദിസ് സിസ്റ്റംസ് ഹെൽപ്പ് ഇവാലുവേറ്റ് ഹൗ വെൽ ദ സ്ട്രാറ്റജീസ് വർക്ക്. എത്ര ബ്യൂട്ടിഫുൾ, എത്ര നന്നായാണ് നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് സ്ട്രാറ്റജിക് അസസ്മെൻറ്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ ആണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്, എ ടൂൾ developed by Kaplan and Norton to measure performance beyond financials. ബിയോണ്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ടൂളാണ്. അതിൻ്റെ 4 പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. പെർസ്പെക്റ്റീവ്, ക്വസ്റ്റ്യൻ, ഇറ്റ് ആൻസേഴ്സ്, എക്സാമ്പിൾ, മെട്രിക്. അപ്പോൾ ഞാനത് ഒരുമിച്ച് കിടന്നത് എളുപ്പത്തിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അത് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പോസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പെർസ്പെക്റ്റീവ്, ക്വസ്റ്റ്യൻ, ഇറ്റ് ആൻസേഴ്സ്, എക്സാമ്പിൾ, മെട്രിക് ആണ്. പെർസ്പെക്റ്റീവ് എന്ന ഫിനാൻഷ്യലിൽ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഡു വി ലുക്ക് ടു ഷെയർ ഹോൾഡേഴ്സ്, എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിൽ നമ്മൾ കാണുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റവന്യൂ ഗ്രോത്തിലൂടെ. ഓക്കെ, കസ്റ്റമർ ആണെങ്കിൽ ഹൗ ഡു കസ്റ്റമർ സി അസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലോയൽറ്റി എങ്ങനെയാണ്. ഇൻറ്റേർണൽ പ്രോസസ്, വാട്ട് മസ്റ്റ് വി എക്സൽ അറ്റ്, സൈക്കിൾ ടൈം, ഡിഫെക്ട് റേറ്റ്. ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, ക്യാൻ വി കണ്ടിന്യൂ ടു ഇംപ്രൂവ്, എംപ്ലോയി ട്രെയിനിങ് അവേഴ്സ്, ഇന്നോവേഷൻസ്. ഇതൊക്കെയാണ് അതിൻ്റെ 4 പെർസ്പെക്റ്റീവ്. ഫിനാൻഷ്യൽ, കസ്റ്റമർ, ഇൻറ്റേർണൽ പ്രോസസ്, ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ബിയോണ്ട് ഫിനാൻഷ്യൽസ്, അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എക്സ്റ്റെൻഡഡ് ബാലൻസ്ഡ് സ്കോർ കാർഡ് ഇൻക്ലൂഡ്സ് അഡീഷണൽ ഡയമെൻഷൻസ് സച്ച് ആസ്, അഡീഷണൽ ഡയമെൻഷൻസ് ആയിട്ടുള്ള എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ ഓർ സസ്റ്റൈനബിലിറ്റി പെർസ്പെക്റ്റീവ്, സ്റ്റേക്ക് ഹോൾഡർ ഓർ കമ്മ്യൂണിറ്റി പെർസ്പെക്റ്റീവ്, യൂസ്ഫുൾ ഫോർ ഓർഗനൈസേഷൻ ഫോക്കസ്ഡ് ഓൺ CSR ഓർ ESG ഗോൾസ്. ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ഈ എക്സ്റ്റെൻഡഡ് ബാലൻസ്ഡ് സ്കോർ ബോർഡ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് ആയ സസ്റ്റൈനബിൾ, എൻവയോൺമെൻറ്റ്, സ്റ്റേക്ക് ഹോൾഡർ, കമ്മ്യൂണിറ്റി, ആ പെർസ്പെക്റ്റീവ്സ് ഒക്കെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ കഴിഞ്ഞു. ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ഓഫ് മൊഡ്യൂൾ 5 എന്ന് പറയുകയാണെങ്കിൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഈസ് വെയർ ഐഡിയാസ് ബിക്കം റിയൽ. എവിടെയാണ് നമ്മുടെ ഐഡിയാസ് റിയൽ ആവുന്നത്, അവിടെയാണ് നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. വിത്തൗട്ട് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഈവൻ ദ ബെസ്റ്റ് സ്ട്രാറ്റജീസ് ക്യാൻ ഫെയിൽ. നമ്മൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, ഫെയിൽ ആവും. പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് മാത്രമാണ് നമ്മുടെ ബെസ്റ്റ് സ്ട്രാറ്റജീസിന് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ. സക്സസ് ഡിപ്പെൻഡ് ഓൺ എന്താണ്, മാച്ചിങ് സ്ട്രക്ചർ ടു സ്ട്രാറ്റജി.
സ്ട്രക്ചറും സ്ട്രാറ്റജിയും മാച്ച് ആവണം, അത് അലൈൻ ചെയ്ത് പോകണം, എന്നാലാണ് അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ കമ്പനി സ്ട്രക്ചറിന് ചെയ്യണമെന്നല്ല നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജീസെങ്കിൽ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും സർവൈവ് ചെയ്യാനായിട്ട്. മാനേജിങ് ചേഞ്ച് മാനേജ് ചെയ്യണം, അതിൻ്റെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഒക്കെ ഉണ്ടാവാം, പക്ഷേ നമ്മൾ ചേഞ്ച് മാനേജ് ചെയ്തേ പറ്റൂ. മോണിറ്ററിങ് പ്രോഗ്രസ് യൂസിങ് കൺട്രോൾസ് ലൈക്ക് ബാലൻസ് സ്കോർ കാർഡ്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ പ്രോഗ്രസ് അത് മോണിറ്റർ ചെയ്യും, അതിന് ശേഷം അത് കറക്റ്റ്നെസ്സൊക്കെ നമുക്ക് വരുത്തണമെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 5. ഇത് ചെറിയ മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ 5 മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് 5th മൊഡ്യൂളായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്, ഡൗട്ടൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എക്സാംസ് ഒക്കെ വരുമ്പോൾ കൃത്യമായി പഠിക്കുക. കുറച്ച് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്, കാരണം കൃത്യസമയത്ത് നോക്കണ്ടല്ലോ. നേരത്തെ പഠിക്കുന്നവർക്ക് പഠിക്കാമല്ലോ, അത് കാരണം എക്സാംസിൻ്റെ ഡേറ്റ്സ് ഒക്കെ ആവുന്നതിന് മുമ്പേ ഞാൻ മൊഡ്യൂൾസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.